ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കിടിലൻ കോംബായിട്ട് വന്നിന് മസാല ഷവായ കുക്കറിലാണ് ഉണ്ടാക്കുന്നിട്ടാ. അതിൻ്റെ കൂടെ പീത്ത ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളെ കുബൂസ് തന്നെ, പക്ഷേ കുറച്ച് തടിയിൽ ഉണ്ടാക്കുന്നതാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ടും കൂടി അടിപൊളിയാന്നിട്ടാ. ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഷവായ ഉണ്ടാക്കാം. മസാല ഷവായ കുറച്ചും കൂടി ഗ്രേവിയലായിട്ടുള്ള ഷവായ എന്നിട്ട് ഇത് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എരിവുള്ള മുളക് എടുത്ത് ഒരു 10 എടുത്തിന്. പക്ഷേ ഈ മുളകിനേക്കാളും നല്ല കാശ്മീരി ചില്ലിയില്ലേ, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതാണെങ്കിൽ ഒരു 15 എടുത്തോ, അതാകുമ്പോൾ കുറച്ചുകൂടി കളറും കിട്ടും. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിയില്ലേ, അതും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അഥവാ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട, അതെപ്പോൾ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി അരക്കുന്ന ഈ സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. ഈ ജാറിലേക്ക് ഇട്ടാൽ മതി. ഇനിയിപ്പം ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വീതം കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ടിന് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ മുളകും മല്ലിയും ഒന്ന് സോഫ്റ്റായി വന്നിന്. അരച്ചെടുക്കാൻ ഈസി ആയിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ച്. എന്നിട്ട് ആ വെള്ളം അങ്ങ് വറുത്ത് കളഞ്ഞിട്ട് ഈ മുളകും മല്ലിയും ഈ ജീരകം കുരുമുളകും ഗരം മസാല ഇട്ടില്ലേ, അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. സെയിം മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ. പിന്നെ വേണ്ട ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിന്. മൊത്തത്തിൽ ചെറിയ ഉള്ളി എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ കറിവേപ്പിലുണ്ട്, മല്ലിയിലുണ്ട്. ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് താഴെ എഴുതി വെക്കാം കേട്ടോ. ഞാൻ എപ്പോഴും റെസിപ്പി വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കുന്നത്. ഞാൻ ഇനി മുതൽ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2 സാധനങ്ങളും കൂടി ഇടാനുള്ളൂ, ഉപ്പും ചെറുനാരങ്ങ നീരും. അത് ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. വേണമെങ്കിൽ അതും ഈ സമയത്ത് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലും ഉള്ളിയിലും എല്ലാം വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ അങ്ങ് ഇറങ്ങി വന്നോളും. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ചെറിയ തരിതരിപ്പ് ഉണ്ടായാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനെടുത്തത്. ഏറ്റവും ചെറിയ ചിക്കൻ കിട്ടുമ്പോൾ അത്രയും നല്ലതായിരിക്കും. കാര്യം ഷവായെല്ലാം നല്ല സോഫ്റ്റായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ 2 കിലോ ഉള്ള ചിക്കൻ എടുത്താൽ എങ്ങനെയായാലും വേവിച്ചാലും അത് ഹാർഡായിരിക്കും. അപ്പോൾ എത്ര ചെറിയ ചിക്കൻ കിട്ടുന്നു അത്രയും ചെറുതാണ് നല്ല. 1 കിലോ ചിക്കൻ കിട്ടുമെങ്കിൽ അതാണ് നല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്കിന്നുള്ള എടുത്ത്, സ്കിന്നില്ലാത്ത വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം. ഈ ബ്രസ്റ്റിൻ്റെ ഭാഗമല്ലേ, ഭയങ്കരമായിട്ട് മീറ്റുള്ള ഭാഗമെല്ലാം നല്ലോണം ആഴത്തിൽ തന്നെ കുത്തി വെച്ചെടുക്കണം കേട്ടോ. എന്നാലേ മസാല കയറിയും പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാം ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതില്ലേ നോർമൽ ഷവാനേക്കാളും ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു മസാല, ആ ഒരു ഗ്രേവിയും കൂടി വരുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുഴുവൻ ചിക്കനിലേക്കുള്ള ഉപ്പല്ലേ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് തന്നെ ഇട്ടിന്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, പകുതിൻ്റെ നീരും, വലിയൊരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മസാല തേച്ച് പിടിപ്പിക്കുക, ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ മുഴുവൻ ചിക്കനായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കുത്തി കൊടുക്കാനും മറക്കരുട്ടാ. ഒന്നിക്ക് വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കുത്തി കൊടുക്കുക. വരയുന്നതിനേക്കാളും നല്ല ആഴത്തിൽ കത്തി വെച്ച് കുത്തുന്നതാണ്, എന്നാൽ ഒന്നുകൂടി വൃത്തി ഉണ്ടാവും കാണാൻ. ഇനിയിപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലത്തേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി മസാല ആക്കി വെക്കുക. രാത്രി കേക്കാണെങ്കിൽ രാവിലെ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ, നല്ലോണം മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. ഇനിയിപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിലല്ലെങ്കിലും വേവിച്ചെടുക്കുക, പക്ഷേ കുക്കറിലാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിച്ചാൽ കറക്റ്റ് വെന്ത് വരും. ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല. പിന്നെ എന്താ പറയുക, ഓൺ ചെയ്തിട്ട് ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല മൊത്തം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ലേ, ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാണ്ട് നിന്നാൽ മതി. കുക്കർ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അടിക്കൊന്നും പിടിക്കില്ല, ആ ടെൻഷനൊന്നും വേണ്ട. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 3 വിസിൽ ആക്കിയാൽ മതി. എന്നിട്ട് ആ പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. ചിക്കൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിന്, കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങിന്. നമ്മൾ ഇട്ട ഗ്രേവി ഇല്ലേ, അത് കുറച്ചും കൂടി ലൂസായിന് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വറ്റിച്ചെടുക്കും.
പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു കുക്കർ സെറ്റ് കാണിച്ചിട്ടില്ല, യൂസ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് അത് എങ്ങനെയാണ് അതിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ് അങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നതാണെന്നെല്ലാം. ഞാനിത് ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ്, ടാക്ക് എന്ന ബ്രാൻഡ് നെയിം. ഇതിൽ ഒരു 5 പാത്രം വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ പാൻ വരുന്നുണ്ട്. 5 എണ്ണത്തിനും കൂടി ഈ ഒരു ഹാൻഡിലാട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ക്ലിപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ നല്ല ഉറപ്പുണ്ട്, എന്താ പറയുക, നല്ല ഗ്രിപ്പുണ്ട്, ഈസിയാണ്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് നമുക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും ഈ കുക്കർ സെറ്റ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഇത് കാണിക്കാട്ടോ. അടിപൊളി സാധനമാണ്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, ചെക്ക് ചെയ്തോ. ഗൾഫ് കൺട്രീസിൽ എല്ലാവരുടെയും അവൈലബിൾ ആണ് കേട്ടോ. ട്രെൻഡോളിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫറെല്ലാം കഴിയും. എനിക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പം നല്ല റേറ്റ് കുറവിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലേ, ഞാൻ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ചിക്കൻ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിച്ചെടുത്താൽ മതി. നല്ലോണം ഭയങ്കരമായിട്ട് അങ്ങനെ ഓവറായിട്ട് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, കാര്യം ഓൾറെഡി കുക്കായതല്ലേ. എന്നിട്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ, ഓയിൽ കുറഞ്ഞു പോയാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ മസാലയില്ലേ, വേവിച്ച മസാല, അതിൻ്റെ പച്ചമണം ഉണ്ടാവില്ല, എന്നാലും ഓയിലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഓയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ നല്ലൊരു തിക്ക് ഗ്രേവി ആക്കി എടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കുക. നമ്മൾ മസാല ഷവായ റെഡിയായി. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം പോയി കഴിക്കുന്ന പോലെ തന്നെ അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പറാണ്. ഇപ്പോൾ ഓവനില്ലാന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ റോട്ടിസറി ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് റോട്ടീസ് എല്ലാം അടിപൊളിയായിട്ട് മാച്ചാവും. പക്ഷേങ്കിൽ ഞാനിന്ന് പീത്ത ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഈ പീത്ത ബ്രെഡ് എന്ന് പറഞ്ഞാലില്ലേ, കുറേ ആൾ എന്നോട് പീത്ത ബ്രെഡിൻ്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുബൂസിൻ്റെ വേറൊരു പേരാണ് പീത്ത ബ്രെഡ്. പക്ഷേ ചില കൺട്രീസിൽ അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ അറബി കൺട്രീസിൽ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. കുബൂസും പീത്ത ബ്രെഡും രണ്ടും സെയിമാണ്. അപ്പോൾ അത് കുറേ ആൾ ഡൗട്ടുള്ളതുകൊണ്ടായിരിക്കും റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിന്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഇത് 3ഉം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഞാൻ ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ എടുത്തത്, ഉരുണ്ട ടൈപ്പ് ഈസ്റ്റാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്നുകൂടി ആ ഈസ്റ്റ് മെൽട്ടായിനോന്നൊന്ന് കൺഫേം ആക്കിയിട്ട് പിന്നെ മൈദ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈസ്റ്റ് അങ്ങനെ തന്നെ നിന്ന് പോവും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2.5 കപ്പ് മൈദ ഇടുന്നുണ്ട്. 1 കപ്പ് ഇളം ചൂട് വെള്ളത്തിന് 2.5 കപ്പ് മൈദ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മൈദനെ കൊണ്ട് നമുക്കൊരു 12 കുബൂസ് അല്ലെങ്കിൽ പീത്ത ബ്രെഡ് വരെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കുക. ഇത് ഈ ബൗളിൽ നിന്ന് മിക്സാക്കി കഴിഞ്ഞാലില്ലേ, കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒരു 2-3 മിനിറ്റ് നല്ല സോഫ്റ്റാകുന്ന വരെ ഒന്ന് കുഴക്കണം കേട്ടോ. ഈ മാവ് ഇതുപോലെ കൈമിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. അത് ഒന്ന് കൈ കഴുകി ഉണക്കിയെടുത്താൽ മതി. പിന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറേ പൊടി അധികം ഇടണ്ട. അങ്ങനെ ആകുമ്പോൾ ഈ കുബൂസ് അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടില്ല. കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന കൺസിസ്റ്റൻസിയിൽ തന്നെ കുഴച്ചെടുക്കുമ്പോൾ നല്ലതായിട്ട് വരിക കേട്ടോ. അപ്പോൾ കൈ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ അധികം മൈദയിലിട്ടിട്ട് ഭയങ്കര ഹാർഡാക്കണ്ടെന്ന് പറഞ്ഞിന് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ച് സോഫ്റ്റായി കഴിഞ്ഞാൽ ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി മേലേക്ക് ആക്കിയിട്ടില്ലേ, ഇത് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂർ വേണ്ട വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി അധികം സമയം എടുക്കും. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ചൂടൊന്നും ഇല്ല അധികം, കുറച്ച് തണുപ്പായതുകൊണ്ട് അവനിൽ വെച്ചിട്ട് അവനൊന്ന് ചൂടാക്കിയിട്ട് ലൈറ്റ് ചൂട് മാത്രമാക്കിയിട്ട് അതിൽ വെച്ചാൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നതിന് ഡബിൾ സൈസ് ആയിന്. ഇനിയിപ്പോൾ സാധാരണ കുബൂസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാനിങ്ങനെ ഒരു മസാല ഷവായിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. കുബൂസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ തന്നെ കുറേ പ്രാവശ്യം കുബൂസ് റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ട്.
അത് മാത്രമല്ല എന്നോട് പീത്ത ബ്രെഡ് റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാനിത് കാണിക്കുന്നത്. കാര്യം ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് തിന്നായിട്ട് ഉണ്ടാക്കും, കട്ടിയിലുണ്ടാക്കും, അതെല്ലാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്താ പറയുക, കുറച്ചുകൂടി നൈസിലുണ്ടാക്കുക. ഞാനിന്ന് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ മാവ് കൊണ്ട് ഏകദേശം ഒരു 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിപ്പോൾ നൈസാണെങ്കിലും കട്ടിയാണെങ്കിലും സെയിം 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. കാര്യം ഞാൻ കട്ടിയിലാണ് ഉണ്ടാക്കുന്നെങ്കിലും ചെറിയ സൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ നൈസിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു മീഡിയം സൈസിൽ ഉണ്ടാക്കിയാലും 12 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആൾക്കാരുടെ എണ്ണം പോലെ നേരെ ഡബിളാക്കി എടുത്തോ, കൂടുതൽ കുബൂസ് എല്ലാം ആവശ്യമുള്ളവരാണെങ്കിൽ. ഞാൻ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിന് കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല. ഇത് വേണ്ട, ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലുണ്ടാക്കിയ. ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. കുഞ്ഞി കുഞ്ഞി നല്ല തടിയുള്ള കുബൂസാകുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഇതാ ഞാൻ 3-4 എണ്ണം പരത്തിയെടുത്തിന്. ഇപ്പോൾ ബാക്കിയുള്ള മാവ് അടച്ച് വെക്കാൻ തന്നെ നോക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. നമ്മൾ ഏത് റോട്ടീസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഇങ്ങനെ പരത്തുന്നതിനനുസരിച്ച് ബാക്കിയുള്ള മാവൊന്ന് അടച്ച് വെച്ചാൽ ഡ്രൈ ആയി പോകാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഈ കുബൂസ് ചുട്ടെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടാൽ മതി. തീ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ലോ ഫ്ലെയിം ആക്കണമെന്നില്ല. 1-2 പ്രാവശ്യം അപ്പുറം ഇപ്പുറം തിരിച്ചിടുമ്പോൾ തന്നെ ഇത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇതേണ്ട നല്ലോണം പൊങ്ങി കുക്കായി വരും, പെട്ടെന്ന് കുക്കാവെല്ലാം ചെയ്യും. ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കാം. പിന്നെ ഈ മൈദക്ക് പകരമില്ലേ, നമുക്ക് വേണമെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയില്ലേ, അത് വെച്ചിട്ടും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഫുൾ മൈദയായിട്ട് ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഗോതമ്പ് പൊടി യൂസാക്കുമ്പോൾ ഇത്രയും സോഫ്റ്റിൽ കിട്ടില്ല. ടേസ്റ്റും ഇതാണ് കേട്ടോ കൂടുതൽ. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. കാര്യം ഞാൻ പല റെസിപ്പീസ് ചെയ്യുമ്പം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ. അപ്പോൾ ഇത് രണ്ടും അടിപൊളിയാണ്. നമുക്ക് ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള 2 റെസിപ്പീസാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല അട്രാക്ഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ റൊട്ടി പോലെ ഇല്ലേ, എന്താ പറയുക, ബ്രെഡെല്ലാം പോലെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ മയണൈസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് കാണാം. താങ്ക് യു, ബൈ.